ഫോട്ടോ എടുക്കണല്ലോ നിങ്ങൾ ഈ ആവശ്യമില്ല പൊളിക്കുമെന്ന് പിന്നെ ഫോട്ടോ എടുക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണ്ടായിച്ചല്ലേ ഇപ്പൊ കാണിക്കുന്നത്? അപ്പോൾ എന്തിനാ ഉണ്ടായിച്ചാണ് കാണിക്കുന്നത്? എന്നാ നിങ്ങൾ അതും പൊളിക്കി, അത് പൊളിക്കും. നിങ്ങൾ പൊളിക്കാണ് അത് പൊളിച്ചിട്ട് പൊളിക്കണം. വിളിക്കാൻ ഇത്രയും നേരം ഞാൻ മാന്യമായി സംസാരിച്ചു. നിങ്ങൾ ചുമ്മാ ഇരിക്കുവോ? പിന്നെ എന്നാ നിങ്ങൾ അത് പൊളിച്ചിട്ട് പൊളിക്കോളൂ. ശശിയാണ് നിങ്ങൾ ചുമ്മാ ആവശ്യമായിട്ട് കാര്യം പറയുന്നത്. എന്ത് ഒരു ഞാൻ സംസാരിച്ചു എന്തിന്? പിന്നെന്തിന് നിങ്ങൾ വന്നിട്ട് മറ്റേ ഓർത്തണ്ട് അവിടെ എന്തിനാ അവനെവിടെ വസ്തു കിടക്കുന്നത്? അവൻ ഈ പരാതി വസ്തു കിടക്കുന്നത് ഇത്രയും നിങ്ങളെ കണ്ണു മുമ്പ് അത്രയും അനധികൃതമായി ചെയ്തപ്പോ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമ്മൾ പാലോട്ട് കയറിക്കോട്ടെ. അതെന്തൊരു ഏർപ്പാട്? ചീത്ത വിളിക്കണം, സൂക്ഷിച്ചു വിളിക്കണം. ചീത്ത വിളിക്കണം, സൂക്ഷിച്ചു വിളിക്കണം. ചീത്ത വിളിക്കണം എന്താ നിങ്ങൾ? എന്താ ചീത്ത വിളിക്കാൻ? എന്താ ചീത്ത വിളിക്കാൻ? പണിക്കാരെ നീ ആര് ചീത്ത വിളിക്കാൻ? ശശിയാണ് ഞാൻ മാന്യമായി നിങ്ങളോട് സംസാരിച്ചു പറയാനല്ലോ. എന്തൊരു നിങ്ങൾ കൈകാര്യം പിടിച്ചെന്തായിരുന്നു? എന്താ സംഭവിച്ചത്? എന്റെ ചേട്ടൻ കമ്പനി അതിന്റെ താഴെ കൂട്ടാനുള്ള സ്ഥലത്തിന്റെ ചേട്ടൻ വീട് വെക്കുന്നുണ്ട്. അത് ബന്ധപ്പെട്ട് മതിൽ കെട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ശശിയെന്ന് കപ്പന ഒരു കാറിൽ വന്നിട്ട് കെട്ടാൻ പറ്റൂല, എന്തെന്ന് ദുരിതാശ്വാസ കൊടുത്തിട്ടില്ല, ദുരിതാശ്വാസ കൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞവിടെ ഈ മതിലാണ് കെട്ടുന്നത്. അപ്പോൾ ഞാൻ പുറമ്പോക്കാണ്. ഞാൻ പറഞ്ഞ പുറമ്പോക്കൊന്നും ഇല്ല, ആ താലൂക്കിൽ നാളെ നടന്നിട്ട് പോയ സ്ഥലമാണ്. ഇത് എന്തിനാണ് നിങ്ങൾ അതിപ്പോ നീ കെട്ടില്ല ഓടിക്കണമെന്ന് ചവിട്ടി മതിലിടിക്കാൻ പോയി. ഞാൻ തപ്പനെ മതിലിടിക്കരുത്, ഇപ്പൊ കിട്ടിയത് ഇടിക്കല്ലേ എന്ന് പറഞ്ഞിടയ്ക്ക് കയ്യെ കെട്ടി അടിയടിച്ചു. എന്റെ എനിക്ക് ഒരാഴ്ച കൂടി കിടക്കുകയായിരുന്നു. 3 മാസം കൊണ്ട് ഞാൻ ബെഡ്റെസ്റ്റായിരുന്നു. വാരിയിൽ എണ്ണം പൊട്ടി, ഈ ഷോൾഡറിൽ പൊട്ടലാണ്, കൈകളിൽ പൊട്ടി, എല്ലാം പൊട്ടലായിരുന്നു. ഈ അത് ശശിമാരെ വലിച്ചടിക്കുമ്പോൾ ഈ ഷോക്ക് കൊണ്ട് ഇപ്പൊ ഈ പൊട്ടലുകളെല്ലാം വീണ്ടും വലിഞ്ഞു. അങ്ങനെ ഇത് എനിക്ക് നിവൃത്തിയൊന്നുമില്ല. ഞാൻ അത്രയും 3 മാസം കിടക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ ആ രീതിയിൽ ജീവിക്കുന്നതാണ്. പക്ഷെ എനിക്ക് കുറെ അസഭ്യവാക്കെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇഷ്ടംമാതിരി തള്ളയ്ക്കാ വിളിച്ചത്. ഇപ്പോൾ അറിഞ്ഞ വാർത്ത, വെള്ളനാട് പഞ്ചായത്തിൽ വെള്ളനാട് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള അഭിലാഷം എന്ന് പറയുന്ന ആളിന്റെ വീടിന്റെ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പണിയായിട്ട് നിന്ന പ്രശാന്തിന്റെ കയ്യെ അടിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാനും പ്രശാന്തിനെ കണ്ടതാണ്. കാരണം തിരക്കിയപ്പോൾ പറയാൻ പ്രശാന്ത് 2 പ്രാവശ്യം ചോദിച്ച് ദുരിതാശ്വാസം അടയ്ക്കുന്നില്ല, പിന്നെ അവിടെ പിറപ്പോക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രശാന്തിനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി പണം കൊടുക്കാത്തതുകൊണ്ട് ഇന്ന് മതിൽ ചവിട്ടിയിടിക്കാൻ പോയപ്പോഴാണ് പ്രശാന്ത് അതിനെ ചെറുത്ത് വസ്തുവിന്റെ ഉടമയും അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അയാളെ കയ്യെ പിടിച്ച് തിരിച്ചത്. കൈ കഴിഞ്ഞ പ്ലാസ്റ്ററാണ്, ഞങ്ങൾ കണ്ടതാണ്. ഡോക്ടറെ കണ്ടപ്പോൾ കൈയുടെ തോളെല്ലാം വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ ഇത് വെള്ളനാടിന് ഒരു ഭാഗത്ത് ഭീഷണിയായി മാറും. ജനപ്രതിനിധികൾ ജനത്തിന് സ്വൈര്യതയും സമാധാനവും അവർക്ക് ധൈര്യം കൊടുക്കേണ്ട ജനപ്രതിനിധികൾ കെട്ടിട നിർമ്മാണ ചട്ടം പാലിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് നടപടിയെടുക്കണം. അതിന് പകരം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഒരു ഡ്രൈവറെയും താൽക്കാലിക ഡ്രൈവറെയും വിളിച്ചു. ഞാൻ അറിഞ്ഞ ഡ്രൈവർ മദ്യപിച്ചിരുന്നതാണ്. ഒരു ഡ്രൈവറെയും കൊണ്ടുപോയി ആ വസ്തുവിന്റെ മതിലിടിക്കുക, വസ്തു ഉടമയെ അടിക്കുക, തൊഴിലാളിയെ കൈകാര്യം ചെയ്യുക, ഇതെന്ത് ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തിയാണ്? ഇയാളെ ഈ സ്ഥാനത്ത് കൊണ്ടിരുത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് CPM. ആ പ്രസ്ഥാനം സത്യത്തിൽ നിയന്ത്രിക്കാനും നിലയ്ക്ക് നിർത്താനുമുള്ള ആർജവമില്ലാത്തത് കൊണ്ടാണ് ഇയാൾ ഇത്തരം തെമ്മാടിത്തരമായി ഗുണ്ടായുസവുമായി പോകുന്നത്. നിങ്ങൾക്കറിയാം, പത്രമാധ്യമങ്ങളെ മാതൃഭൂമിയുടെ ലേഖനത്തിന് മുമ്പ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പോട്ട് കൈകാര്യം ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ വെള്ളനാട് ജനതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്ന ഇയാളെ നിലയ്ക്ക് നിർത്താൻ ഒരുപക്ഷെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല. പണ്ട് കോൺഗ്രസിന്റെ കൂടെ നിന്നപ്പോൾ ഞങ്ങൾ നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചപ്പോഴാണ് പാർട്ടിയും ചാടി അപ്പുറത്ത് പോയത്. ഇത് നിയന്ത്രിക്കേണ്ടതാണ്. ഞങ്ങൾ ഇതിനെ അപലപിക്കുന്നു. വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അപാകതയോ തെറ്റോ കുറ്റമോ ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളുണ്ട്, പോലീസ് അധികാരികളുണ്ട്. അവരെ കൊണ്ട് നടപടിയെടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള സദാചാര വിരുദ്ധ പോലീസായാൽ ജനം കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് നിയമപരമായ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ ഗുണ്ടായുസങ്ങളെ നിയമപരമായ രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളടക്കം കാട്ടുപോത്തിന്റെ പുറകെയാണ് നിൽക്കുന്നത്. ഒരു ഭാഗത്ത് കാട്ടുപോത്തിന്റെ ശല്യവും മറുഭാഗത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപദ്രവവും കൊണ്ട് ജനങ്ങൾ പുറത്തുമുട്ടുകയാണ്. ഇതിനൊരു പരിഹാരത്തിലേക്കാണ് ഞങ്ങൾ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അധികാരികളും ആവശ്യപ്പെടുന്നത്.